സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികളൊക്കെ SIT മുറിച്ചു മാറ്റിയിരുന്നുവല്ലോ. അപ്പോൾ അതിൽ അറ്റകുറ്റപ്പണി നടത്തുവാൻ വേണ്ടി നിലവിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണല്ലോ ദേവസ്വം ബോർഡ് പറയുന്നത്. അത് SIT ക്ലിയറൻസ് ലഭിച്ച ശേഷം അറ്റകുറ്റപ്പണി നടത്താം എന്നാണല്ലോ നിലവിൽ കെ ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അതായത് ശ്യാമിലി, ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്നും ഇളക്കി പരിശോധനയ്ക്ക് കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അതിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ വലിയ ദ്വാരങ്ങളടക്കം വീണിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്ത്രി അതിനെതിരെ ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ ബാധിക്കും ഇത്തരത്തിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയാലെന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. മുറിച്ചു മാറ്റിയ പാളികളുടെ അറ്റകുറ്റപ്പണിയിൽ അതുകൊണ്ട് തന്നെ ഒരു നിയമോപദേശം തേടിയിട്ടുമുണ്ട്. പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ധൃതി പിടിച്ച് അറ്റകുറ്റപ്പണി നടത്തുകയാണെങ്കിൽ അത് അന്വേഷണത്തെ തന്നെ ബാധിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് നിലവിൽ ദേവസ്വം ബോർഡിനുള്ളത്. ഇത്തരത്തിൽ പാളികളിൽ ദ്വാരം വീണത് ഒരു നല്ല കാര്യമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തന്ത്രിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് അടക്കം ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ശ്യാമിലി.